അമ്മ അമ്മ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം. സിദ്ധുവിൻ്റെ അമ്മയില്ലേ? സിദ്ധുവിൻ്റെ അമ്മ ലച്ചുവിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അല്ല, ഇന്നലെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് പോയില്ലല്ലോ അവള്. അപ്പൊ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞോളൂ. അപ്പൊ ഇവള് സിദ്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു. സിദ്ധുവിന് ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് സിദ്ധുവിൻ്റെ അമ്മനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അപ്പൊ ആ ആൻറ്റി പിന്നെ ഇവളെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. ഇവളിത് കേട്ട് കരയാനും തുടങ്ങി. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അച്ഛൻ അറിഞ്ഞ്. ഇത് അച്ഛനിപ്പോൾ നിലത്ത് അടങ്ങി നിൽക്കണല്ലോ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റുള്ളൂ. ഇതാണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, അമ്മ ഒരു കാര്യം ചെയ്താൽ മതി. അമ്മേ, അവിടുത്തെ അമ്മേനെ, സിദ്ധുവിൻ്റെ അമ്മേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി. വിളിക്കില്ലെന്നാ? വിളിച്ചെന്ന് പറഞ്ഞാൽ മതി എന്നല്ലേ? ആ ഐഡിയ ഉള്ളമ്മ. ഓക്കെ. ശരിമ്മ, ശരി. അവിടുത്തെ അമ്മ 2 ദിവസം കഴിയുമ്പോ ഇതൊക്കെ മറന്നു നോക്കോളും. പക്ഷെ ഇവിടുത്തെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ. അല്ല ചേച്ചി, അവിടുത്തെ ആന്റി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചേച്ചിയോട് ചൂടൊന്നും ആവില്ലല്ലോ. അല്ല, ചെറിയ രീതിയിലൊക്കെ വൈരാഗ്യം മനസ്സിൽ വെക്കുന്ന ആളാണ്, പക്ഷെ ഉപദ്രവമൊന്നുമില്ല ആർക്കും. അപ്പൊ ശരിക്കും സിദ്ധുളിയന്റെ അമ്മയ്ക്ക് 2 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നമ്മുടെ അമ്മ നമ്മളെ വഴക്ക് പറയില്ലേ? ഇത് അതുപോലെയായിട്ട് കരുതിയാ മതി. അമ്മ ഇപ്പൊ തന്നെ സിദ്ധുളിയന്റെ അമ്മനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ വെച്ചേ ഉള്ളൂ. ഇപ്പൊ തന്നെ വിളിച്ചു വെച്ചോളൂ. വിളിക്കാൻ സംസാരിക്കട്ടെ അമ്മനെ. പിന്നെ അല്ല വേറെ ആരെ വിളിക്കേ? വിളി. ഹലോ, അതിലോ നീ വിളിച്ചായിരുന്നാ? കാര്യങ്ങളൊക്കെ അറിഞ്ഞാ? അമ്മായിമ്മ തുടങ്ങി അവിടുന്ന്. നീ വിളിക്കണോ ഞാൻ വിളിക്കണോ? നീ വിളിക്കോ? ശരി. അവയ്ക്കല്ല ഒരു കാര്യം പറയട്ടെ. ഈ വിളിക്കണമെന്ന് റെക്കോർഡ് ചെയ്യണേ. റെക്കോർഡ് ചെയ്യണം. അത് എന്തിനെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ എനിക്ക് കേൾക്കണ്ടേ? പിന്നെ അല്ല, അലക്കാൻ അവരെന്താണ് പറഞ്ഞത് എനിക്ക് കേൾക്കണം, അതാണ്. അല്ല അല്ലെങ്കിൽ നീ വിളിക്കാതിരുന്നിട്ട് വിളിച്ചെന്ന് പറയും. അതുകൊണ്ട് നിന്നെ എനിക്ക് അറിവിടേ. നീ വിളിയടേ ഇങ്ങോട്ട്. പ്രാന്തിൻ്റെ തന്ത കൊട്ടമ്പിളക്കി. വിളി. അച്ഛാ, എന്തിനാ ഈ ചെറിയ പ്രശ്നം ഇത്ര വലുതാക്കണേ? അവസാനം ഇത് എനിക്ക് എന്നെ പാരയാവുന്നേ. എനിക്ക് പേടിയുണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് നിന്നെ പീഡിപ്പിക്കുമെന്ന്. ഇല്ല അച്ഛാ, അച്ഛൻ എന്തോന്നൊക്കെയാ പറയണേ? ലച്ചു, സത്യം പറ, നിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയാറില്ലേ? എന്നെ എന്തിനാ അവര് വഴക്ക് പറയണേ? ഇല്ല. ചെറുചുട്ട് കുത്താറില്ലേ? ഇല്ല അച്ഛാ. അച്ഛനെ പറ്റി അപരാധം പറയാറില്ല? പറയാറുണ്ട്, കുറെ നേരം. നീ നോക്കിയോ, ആ ഏരിയ വന്ന് മുക്കും മൂലം അരിച്ച് പറഞ്ഞ് അന്വേഷിക്കും. എന്തെങ്കിലും കുഴപ്പം അവർക്കുണ്ടെന്ന് അറിഞ്ഞാ അറിയാലോ. തന്റെ അറിയാല്, നിന്റെ തന്റെ അറിയാല് കാണിച്ചു കൊടുക്കാം ഞാൻ. അച്ഛാ, പ്രശ്നം വീട് അച്ഛത് കഴിഞ്ഞില്ലേ, പിന്നെ എന്താ? പ്രശ്നം കഴിഞ്ഞാ അല്ല വിളിച്ചെങ്കിൽ പെട്ടെന്ന് നീ പറ. എനിക്ക് കേൾക്കണം, റെക്കോർഡ് ചെയ്യുന്നതാണ് കേൾക്കണം. ഞാൻ കരഞ്ഞതാന്നേ പ്രശ്നമായത്. കുരിപ്പ, നിനക്ക് എന്താ വേണ്ടേ? ഓംലേറ്റാ ഉണ്ടാക്കി തരാട്ടെ. എനിക്ക് ഓഫീസിൽ പോകുന്ന സമയം കഴിഞ്ഞല്ല. ഇത് കുറെ നേരമല്ലേ സമയം കഴിഞ്ഞെന്ന് പറയുന്നത്. പോയിക്കോടെ പിന്നെ. അത് പോലെ കിടന്നു. എന്തായാലും കാര്യം ഇവിടം വരെയൊക്കെ എത്തിയില്ലേ? ഇനിയിപ്പോ അമ്മ അവിടുത്തെ ആന്റീനെ വിളിച്ച് അമ്മ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് എനിക്ക് പോകുള്ളൂ. അല്ല, കാര്യമുള്ള കാര്യത്തിലാണ് ഈ പ്രശ്നമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വെറുതെ നിസ്സാര കാര്യത്തിന്. നീ വിഷമിക്കണ്ട, ചെറിയ കാര്യമല്ലേ, സോൾവ് ചെയ്യാം. ചേച്ചി സത്യം പറ, അവിടുത്തെ ആന്റി കലിപ്പല്ലേ? അതല്ലേ ചേച്ചിയോട് നിൽക്കുന്നേ? ഇത്ര നേരം ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? എടാ, അങ്ങനെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അമ്മ വിളിക്കണോട്ടാ. അമ്മ. ഓക്കെ അമ്മ, അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അച്ഛമ്മ. അമ്മ. ഹലോ. വിളിച്ചാ? സാരമില്ലെന്നാ? എൻഗേജ്മെന്റ് പോവാത്തത് തെറ്റാണെന്ന് കൂടെ പറഞ്ഞാ? എൻ്റെ ഇടയിൽ കൂടെ ഒരു വൈപ്പും കൂടെ. അത് കൊള്ളാം. അപ്പോൾ നീ പറ, ഒന്ന് ക്ഷമിക്കാൻ പറ അവരെടുത്ത്. നീ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. ശരി, വയ്യടി. മക്കളെ, നിന്റെ അമ്മായിമ്മ പറഞ്ഞ് ആദ്യം പറഞ്ഞ് സാരമില്ലെന്ന്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വൈപ്പും കൂടെ. നീ എൻഗേജ്മെന്റ് പോവാത്തത് തെറ്റാണെന്ന്. ഒരു കാര്യം ചെയ്യാം, അച്ഛനെ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. അല്ല, ഏത് വകുപ്പിലാണ് എന്റെ കൊച്ചു എൻഗേജ്മെന്റ് പോവാത്ത തെറ്റാണെന്ന് ഞാൻ അവിടെ പോയി ചോദിച്ചറിഞ്ഞിട്ട് വരട്ടെ. അച്ഛാ പ്ലീസ്, അച്ഛാ ചതിക്കല്ലേ പ്ലീസ്. മക്കളെ, നീ എന്തിനീ പേടിക്കണത്? നീ നെയ്യാറ്റിങ്കര ശൂലക്കുടി വീട്ടിൽ കുളത്തറ ബാലേന്ദ്ര അമ്മയുടെ മോളാണ്. നിന്റെ ഭർത്താവിന്റെ കുടുംബമുണ്ടല്ലോ കുഴിപ്പള്ളം, അതൊന്നും നമ്മളെ കട്ടക്ക് നമ്മൾ അടുത്തേക്ക് വളർന്നിട്ടില്ല. അറിയാനക്ക് ദൈവമേ, ഇതിപ്പോ കുടുംബക്കാരെ അവരുടെ
പ്രശ്നമായോ? ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത് കണ്ടവളുമാർക്ക് പന്ത്രണ്ട് കളിക്കാനല്ല മരണം കൊടുത്തു. പ്ലീസ് ഇത് പ്രശ്നം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുടെ ലൈഫ് പോണെന്ന് അച്ഛൻ ആലോചിക്കണം കേട്ടാ. പിന്നെ കൂടിമായ അവളെ അവിടെ നിൽക്കാൻ പറയും. ഇപ്പോഴതിനെ നടക്കുന്നത് ഞാൻ അവൾക്ക് ചവിന് കൊടുത്തണം. ഭയങ്കര ക്ലീശയാണ് അച്ഛാ. ഓൾഡ് ജനറേഷൻ വേ ആണ് അച്ഛാ. ആ കൊടുത്തറക്കാരാ കുറച്ച് പ്രശ്നം തന്നെ. അത് ഇങ്ങോട്ട് വന്നാൽ മാത്രം രാജരക്തമാണ്, അതുകൊണ്ട് കുറച്ച് ശൗര്യം കൂടും. മക്കളെ കെട്ടിച്ചെന്തിന് പ്രശ്നം വന്നാല് ബാലൻ ചുരുട്ടി വീട്ടിലിരിക്കുന്ന സമ്പ്രദായം കൊടുത്തറക്കാരില്ല. പ്രത്യേകിച്ചും ഈ ബാലചന്ദ്രൻ തമ്പിക്ക് ഇന്ന് കുഴിപ്പള്ളം ടീമിൽ ഞാൻ കുഴി ചവിട്ടി തക്കും. ഒരു മിനിറ്റ് ഞാൻ അമ്മേനെ വിളിക്കണേ. എന്തായിരുന്നു അമ്മ വിളിക്കുന്നത്? ഒരു സെക്കൻഡ്. അമ്മ അമ്മ അച്ഛൻ അളിയന്റെ വീട്ടിൽ പോകാൻ നിൽക്കാണ്, സംസാരിക്കേ. നിന്റെ മോളെ ഇവിടെ നെഞ്ചടിച്ച് ഇവിടെ അലറിക്കരയാണ്. നീ ഇവിടെ എന്തിനാ തിരുവാതിര കളിക്കാനാണ് കുടുംബത്ത് പോയത്? തന്നെ ഇവിടെ നിന്റെ അച്ഛൻ കുട്ടം എടുത്ത് ഒറ്റയ്ക്ക് ആശുപത്രി പോകാൻ പറയടി. നിന്റെ മോളെ അമ്മായി തള്ളണ്ടല്ല ആ സീരിയലടി പല പട്ടപ്പൊട്ടും പിന്നെ പട്ടുസാരിയൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു ശൃംഗാരി അവളെ നീ അവിടെ പറ. എടി എന്റെ അമ്മായിയമ്മ ഞാൻ ഏറി നിർത്തിയവരാണ് ഞാൻ. പിന്നെയാണ് എന്റെ മോളമ്മ നിർത്താൻ പാട്. പറ്റി കുട്ടപ്പിള്ള മോളെ എടാ ഞാൻ ഒരു കാര്യം പറ. എന്റെ ദൈവത്തെ നിങ്ങൾ തടക്കരുത്, ദൈവത്തെ ഞാൻ പോകുന്നു. എന്തിനെന്റെ കാല് പിടിക്കണത്? ഇന്ന് കുഴിപ്പള്ളക്കാര് എന്റെ കാല് പിടിക്കും, എന്റെ കാല് പിടിക്കും. എടി ഞാൻ നടുറോട്ടി വെച്ചിട്ടല്ല നിന്നെ കെട്ടിച്ചത്. ലക്ഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് ആൾക്കാരെ മുമ്പ് അഗ്നിസാക്ഷിയൊക്കെയാണ് നിന്റെ ഞാൻ കൈ പിടിച്ചു ആ കോന്തന്റെ കൈ കൊടുത്തത്. അറിയാനക്ക് അച്ഛാ അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാനും കൂടി വരാം. എനിക്ക് ഊന്നുപടി വേണ്ട. ഈ കുടുംബത്തിൽ ഒരൊറ്റ ആണുങ്ങളുമില്ല. അതെ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ഭർത്താവുണ്ടല്ല സിദ്ധു, ആ ഷിപ്പുകാരെ അവരെ വിളിച്ച് പറ ബാലേന്ദ്രൻ തമ്പി കലഞ്ഞ് വരെയാണ് അവന്റെ തന്തേനും തള്ളയെടുത്ത് അവിടെ ഓടി രക്ഷപ്പെട്ടുള്ള പറ പോ. എന്റെ പൊന്നൊന്ന് നിർത്ത്, കുറെ നേരമായത്. പേടിക്കണ്ട മക്കളെ, ഇപ്പോഴേ ഒരു ചെറിയ കൊട്ട് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ മക്കളെ ജീവിതകാലം മുഴുവൻ ഇവിടെ നിന്ന് കരയേണ്ടി വരും. അത് കാണാൻ നിങ്ങളെ തള്ളയ്ക്ക് പറ്റും, പക്ഷെ എനിക്ക് പറ്റൂല. ബാലേന്ദ്രൻ എനിക്ക് വലുതുണ്ടല്ല, എന്റെ മക്കളാണ്. ഞാനേ ഇവിടെ ഇല്ലേ പറയുന്നത് വിളിക്കല്ലേ. ഒറ്റപ്പുറത്തോന്നു എല്ലാം തടഞ്ഞാണ്ടല്ലേ. ചേച്ചിനെ അങ്ങോട്ട് പോകണ്ട, ഇവിടെ പെർമനന്റ് ആയിട്ട് നിന്നു. കുഴിപ്പള്ളം തറവാടിന് കേരളത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടാവും എനിക്ക് തോന്നണല്ലോ. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലോ ഒച്ചേ. ചേച്ചി പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ചേച്ചി തൊട്ടേനും പിടിച്ചതിനൊക്കെ കറിയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോളിവിടെ പഴയ പോലെ വീട്ടിൽ ചൊറിഞ്ഞിരിക്കണ ലച്ചമല്ല, കെട്ടി. അതിനൊരു ഉത്തരവാദിത്വം പക്വതയെ കാണിക്കും ഇനി കുറച്ച്. ആഹാ ഇനിയിപ്പൊ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. ആരെങ്കിലും ഒരാളെ തുടങ്ങിയാൽ മതി, എല്ലാം കൂടെ പിന്നെ പൊങ്കാലിടാൻ തുടങ്ങിക്കോളും. ഇപ്പൊ ഞാൻ ആ വീട്ടോട്ട് എങ്ങനെ പോയി കാലുകുത്തും? ഇതിന് ആരെങ്കിലും വിളിച്ചോണ്ട് പോകണ്ടോ? ഇനിയിപ്പോ നോക്കിയോ, ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ രണ്ട് ഫാമിലിക്ക് ഇടയിൽ നല്ല വലിയൊരു ഗ്യാപ്പ് വരും ഇനി.